അമ്മുമ്മേ, അമ്മുക്കുട്ടിയമ്മയുടെ അവിയൽ ഇത്ര പ്രസിദ്ധമാകാൻ കാരണം എന്താ ഇമനത്ത്? കാരണം എല്ലാരും പറയുന്നുണ്ട് അമ്മുക്കുട്ടിയമ്മയുടെ അവിയൽ അടിപൊളിയാന്ന്. എന്നെ കൊണ്ട് ഒരുപാട് അറിയാവുന്നവരൊക്കെ എന്നെ കൊണ്ട് വെപ്പിക്കുമായിരുന്നു. ആണോ? കാരണം ഞാൻ അവിയൽ നന്നായിട്ട് വെക്കും, അതുകൊണ്ട്. ആണോ? അതെന്തുകൊണ്ട് അത്രയും നന്നാകാൻ കാരണം? അതിപ്പോ ഞാൻ അവിയൽ നന്നായിട്ട് വെക്കും. ആണോ? അതിന്റെ കൂട്ടൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കാവോ? ഞാൻ എല്ലാരോടും പറഞ്ഞു അത് ഭയങ്കര ഫേമസ് ആന്ന്. അമ്മുമ്മയുടെ അവിയലിന്റെ കൂട്ടൊന്ന് പറഞ്ഞു തരാവോ? അയ്യന്റെ കൂട്ടൊന്ന് പറഞ്ഞു തരാവോ? വെള്ളരിക്ക, പടവലങ്ക, ചക്കക്കുരുവിന്റെ സമയം അതല്ലേ, ചേര, മുരിങ്ങക്ക, മുരിങ്ങക്ക, അതിന് പിന്നെ എന്നെ അടിയിടുന്നത് അച്ചിങ്ങ പറഞ്ഞല്ലോ. ഇതെല്ലാം കൂടെ നുറുക്കി കഴുകി വാരണം. എന്നിട്ട് പാകത്തിന് പച്ചമുളക് കീറിയിടണം. അതുകൊണ്ട് മുളക് പൊടി കുറച്ച് ചേർത്താൽ മതി. മുളക് പൊടിയും മഞ്ഞപ്പൊടിയും പാകത്തിന് ഉപ്പും ഇട്ട് വെളിച്ചെണ്ണയും കരിവേപ്പിലയും കൂടി ഒഴിച്ച് അടച്ച് വേവിക്കണം. വേവാകുമ്പോൾ മാങ്ങായാണെ മാങ്ങ, പുളിയാണ് പുളി, അതും കൂടെ വെന്ന് യോജിച്ച് കഴിയുമ്പോൾ തേങ്ങ ധാരാളം ജീരകവും ചേർത്ത് അരപ്പ് യോജിപ്പിക്കണം. അരപ്പ് യോജിപ്പിച്ചു. അത് കഴിഞ്ഞ് കുറച്ച് നല്ല വെളിച്ചെണ്ണയും കരിവേപ്പില ഇട്ട് ഇളക്കി അടച്ച് അങ്ങ് വെക്കണം. എത്ര നേരം വെക്കണം? അല്ല, ചേർത്ത് അടച്ചു കഴിഞ്ഞാൽ പിന്നെ അടച്ചവിടെ വെച്ച് നമ്മൾ ഉപയോഗിക്കുക. ഇത്രേ ഉള്ളല്ലേ? ഇത് നമ്മുടെ കോട്ടയംകാരുടെ അവിയല് അല്ലേ? നല്ല ടേസ്റ്റ് ഉള്ള അവിയല്. പറഞ്ഞേക്കാം എല്ലാരോടും കേട്ടോ. ഇത് ഞാനില്ലേ വെള്ളിയാഴ്ച അവധി ഉള്ളപ്പോ ഒന്ന് വെച്ച് നോക്കാം. രുചിച്ചിട്ട് അഭിപ്രായം പറയുവോ? പറയാം. രാവിലെ പേടിയാണോ? പേടിയായിട്ടല്ലടി, ഞാൻ തന്നെയല്ലേ. തന്നെ ആയ എന്നാ കുഴപ്പം? അവളോട് പറയണേ. പറയാം. ഇവിടെ കിടന്ന് വിളിച്ച അവള് കേൾക്കുകയില്ല. ഞാൻ പറഞ്ഞിട്ടേ പോകുള്ളൂ. അടുക്കള വഴിയാ പോകുന്നത്. തന്നെ കിടക്കാൻ പേടിയാണോ? എടി പേടിയല്ലടി, ഇത്രയും വയസ്സായതല്ലേ. ഒരാളുണ്ടെങ്കിൽ ആരെങ്കിലും പിടിച്ചോണ്ട് പോവോ? പേടിയല്ലല്ലോ കാര്യം. അവിടെ 3-4 പേരുണ്ട് അടുത്ത്. ഇത്രയും വയസ്സായില്ലേ എനിക്ക്. ശരി, എന്നാ ഒച്ചമ്മ ഇങ്ങോട്ട് പറഞ്ഞു വിടാം കേട്ടോ. അതെ, ഒച്ചമ്മ ഇങ്ങോട്ട് പറഞ്ഞു വിടാം. കഥ തുറന്നു വിട്ടേ. ശരി.